നമസ്കാരം മാന്യപ്രേക്ഷകർക്ക് ആസ്ട്രോ മീഡിയയിലേക്ക് ഒരിക്കൽ കൂടി ഹാർദമായ സ്വാഗതം. ഞാൻ ജ്യോത്സ്യൻ പ്രമോദ് പണിക്കർ പെരിങ്ങോട്. ഇന്നത്തെ അധ്യായത്തിൽ നമ്മളുടെ ദശാഫലങ്ങളുടെ തുടർച്ചയായിട്ട് അവസാനത്തെ ദശയായിട്ടുള്ള ശുക്രദശയുടെ ഫലമാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. ഇതിനോടകം തന്നെ നമ്മൾ സൂര്യൻ മുതൽ കേതു വരയ്ക്കുള്ള എല്ലാ ഗ്രഹങ്ങളുടെയും ദശാഫലങ്ങൾ വ്യത്യസ്തമായ രീതിയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ശാസ്ത്രീയമായി തന്നെ പ്രമാണപുരസ്സരം അവതരിപ്പിച്ചിട്ടുണ്ട്. അനവധി ആളുകൾക്ക് അത് പ്രയോജനപ്പെട്ടു എന്ന് പറഞ്ഞതിൽ വളരെയധികം സന്തോഷം. എല്ലാ ഗ്രന്ഥങ്ങളിലും ഒരുപാട് നമ്മുടെ ജ്യോതിഷ ഗ്രന്ഥങ്ങളിലെ ഹോരയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുവിധം ഗ്രന്ഥങ്ങളിലൊക്കെ ഈ അനവധി ദശാഫലങ്ങൾ വ്യത്യസ്ത രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ നമ്മളവിടെ പറഞ്ഞു കഴിഞ്ഞു തന്നെ പറയാം. അനവധി കാലങ്ങളായിട്ട് ഇപ്പോൾ ഇതിനെപ്പറ്റി ചർച്ചയുണ്ടല്ലോ. ദശയും അപഹാരംഗവും ഛിദ്രവും ഒക്കെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ഫലാദി അനുഭവങ്ങളുടെ സിദ്ധിക്ക് വേണ്ടിയിട്ട് ശുക്രദശയെ പറ്റിയിട്ട് നമുക്ക് അന്വേഷിക്കാം. അപ്പോൾ ആദ്യം ശുഭഫലദാതാവായിരിക്കുന്ന ശുക്രൻ്റെ ദശാഫലത്തിൻ്റെ ഒരു നിയമമാണ്. അതിൻ്റെ പൂർവാർദ്ധ ശ്ലോകം. ഉത്തരാർദ്ധത്തിൽ വളരെ മോശമായിട്ടുള്ള അവസ്ഥയും അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അശുഭഫലദാതാവായിരിക്കുന്ന ശുക്രൻ എങ്ങനെ ചെയ്യുക? എല്ലാവരും പറയും ശുക്രദശയാണ്, പക്ഷേ അനുഭവമൊന്നുമില്ല എന്ന് പറയുന്നുണ്ടാവും. ചിലപ്പോൾ 6-12 ഭാവാധിപത്യങ്ങളൊക്കെ ഉണ്ടാവും. ശുക്രന് നീചസ്ഥിതി ഉണ്ടാവും, നീച നവാംശകം ഉണ്ടാവും, പാപദൃഷ്ടി ഉണ്ടാവും, പാപയോഗം ഉണ്ടാവും, അതേപോലെ തന്നെ മൗഢ്യം ഉണ്ടാവും. ഇതൊക്കെ നോക്കിയിട്ട് മാത്രമാണ് ഫലങ്ങൾ പറയാവൂ. പിന്നെ ഒറ്റപ്പെട്ട ദശയാണെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാവില്ല. 1, 3, 5, 7 ഇങ്ങനെയൊക്കെയുള്ള ദശയാണെങ്കിൽ, പ്രത്യേകിച്ച് ശുക്രദശയാണെങ്കിൽ പോലും അത്രയ്ക്ക് അങ്ങനെ അനുഭവം ഉണ്ടായിക്കൊള്ളുന്നില്ല. അപ്പോൾ ഗ്രഹത്തിൻ്റെ ബലാബലമാണ് ദശാഫലത്തെ അടക്കം ചാരഫലത്തെ അടക്കം നിർണ്ണയിക്കുന്നത്. അപ്പോൾ ഗ്രഹത്തിന് നല്ലോണം ബലമുണ്ടോ അത്ര കണ്ട് ഗുണമുണ്ടാവും. ഇപ്പോൾ ഉച്ചസ്ഥിതിയുള്ള ഗ്രഹമാണ്, 3ാമത്തെ ദശയാണെന്ന് വെച്ചാലും ആ ദശയ്ക്കൊരു മങ്ങലുണ്ടാവും. കാരണം എന്താ? ഒറ്റപ്പെട്ട ദശയാണ്. എന്നാലോ ഗ്രഹ ഉച്ചത്തിലാണ്. ഗ്രഹ ഉച്ചത്തിലാണ് വിചാരിക്കുക, നീച തവാംശകം ചെയ്തിട്ടാണ് നിൽക്കുന്ന ഗ്രഹം. അപ്പോൾ അതിൻ്റെ ഫലത്തിൽ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അത് വിദ്വാനായിട്ടുള്ള ദൈവജ്ഞൻ, വളരെ പരിചിതൻ, ജ്യോതിഷശാസ്ത്രത്തിൽ വളരെയധികം പരിചയസമ്പന്നതയുള്ള ആൾക്കാരുടെ കയ്യിൽ നിന്ന് അതിൻ്റെ ഉപദേശം സ്വീകരിക്കുമ്പോഴാണ് അത് കൃത്യമായി തീരുന്നത്. പിന്നെ മാത്രമല്ല അവരുടെ മന്ത്രസിദ്ധി, അവരുടെ ഉപാസനാ ദേവതയുടെ അനുഗ്രഹം ഇതൊക്കെ കൂടി ചേരുമ്പോൾ നമുക്ക് കൃത്യമായിട്ടുള്ള ഫലം നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ദൈവജ്ഞന് സാധിക്കും. അങ്ങനെയുള്ള ദൈവജ്ഞൻ്റെ അടുത്ത് പോയിട്ട് വേണമെന്ന് ചോദിക്കാനർത്ഥം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പ്രമാണം ഇപ്പോൾ നോക്കുകയാണെന്ന് വെച്ചാൽ ശൗക്രീ ശ്രേഷ്ഠദശാകരോതി സുഖകൃൽ സൗഭാഗ്യാശ്രയന്തോളിക ഐശ്വര്യയുത ധർമ്മബുദ്ധി കനകാരാമ അശ്വഗീതോത്സവാൻ. കനക ആരാമ അശ്വഗീതോത്സവാൻ അത് പൂർവാർദ്ധമാണ്. അതിൻ്റെ ഉത്തരാർദ്ധോ ശൗക്രീ പാപദശാകളത്രഭയകൃൽ നീജാർത്ഥഹാനിപ്രദ തിര്യജന്തു സമൃദ്ധദോഷ വിപുല സ്ത്രീവർഗരോഗോത്ഭവാൻ. മോശമായി കഴിഞ്ഞാൽ ആൾ വളരെ മോശമാണ്, നന്നായാൽ വളരെ നല്ലതാ. അതാണ് ഒരുവിധം ഗ്രഹങ്ങൾക്കൊക്കെ അതേ അവസ്ഥ തന്നെയാണ്. അപ്പോൾ ശുഭഫലദാതാവായിരിക്കുന്ന ശുക്രൻ്റെ ദശാകാലത്ത് സുഖം, ഭാഗ്യാഭിവൃദ്ധി മുതലായിട്ടുള്ള കാര്യങ്ങളും രാജോചിത ചിഹ്നങ്ങൾ എന്ന് പറയുമ്പോൾ രാജമുദ്ര ലഭിക്കുക എന്ന് പറയില്ലേ. അർഹതപ്പെട്ട ആളുകൾക്ക് രാജമുദ്ര അംഗീകാരമായിട്ട് രാജ്യം റിപ്പബ്ലിക് ദിനത്തിലും സ്വാതന്ത്ര്യ ദിനത്തിലൊക്കെ കിട്ടുന്ന മുദ്രകളുണ്ട്. അപ്പോൾ രാജ്യത്തിൻ്റെ മുദ്ര ആലേഖനം ചെയ്ത പട്ടം കിട്ടുക, അതന്നെ. അപ്പോൾ രാജമുദ്ര കിട്ടുക. രാജോചിത ചിഹ്നങ്ങൾ സർട്ടിഫിക്കറ്റ് ആയിട്ടാണെങ്കിലും വരില്ല, എന്തായിട്ടും വരില്ല, അത് കിട്ടുക. സർവ്വവിധത്തിലുള്ളതായ ഐശ്വര്യാഭിവൃദ്ധികൾ ഉണ്ടാവുക. ധർമ്മബുദ്ധി ഉണ്ടാവുക. എന്താ ധർമ്മബുദ്ധി? ധർമ്മം ചെയ്യാനുള്ളതായ മനസ്സ്. ബുദ്ധിക്ക് ത്രിവിധ ശക്തികളുണ്ട്. പ്രജ്ഞയുണ്ട്, പ്രതിഭയുണ്ട്, മേധമുണ്ട്. ഇപ്പോൾ പ്രജ്ഞ എന്ന് പറയുമ്പോൾ സ്ഥിതബുദ്ധി, നമ്മളൊക്കെ ഈശ്വരൻ ജനിക്കുമ്പോൾ കൊണ്ട് ഇൻസ്റ്റാൾ ചെയ്ത് തരുന്ന ബുദ്ധി. പ്രതിഭ എന്ന് പറയുമ്പോഴോ നമ്മൾ വളർത്തിയെടുക്കുന്ന ബുദ്ധി, കലാപ്രതിഭ, കലയെ വളർത്തിയെടുത്ത് കേമനാവുക, കേമത്തിയാവുക. മേധ എന്ന് പറയുമ്പോഴോ ധാരണാശക്തി, അത് ഒരു കാര്യം കണ്ടാൽ അത് ഇന്നതായിരിക്കും എന്നുള്ളത് ധരിക്കുക, അതാണ് ധാരണാശക്തി. അപ്പോൾ ഇവിടെ ധർമ്മബുദ്ധി എന്ന് പറയുമ്പോൾ ധർമ്മം ചെയ്യാനുള്ളതായ മനസ്സ്, അതായത് സൽചിന്തകളൊക്കെ ഉണ്ടാവുക, നന്നായി കാര്യങ്ങൾ സമൂഹത്തിനൊക്കെ ചെയ്യണം, അവർക്ക് അതുകൊണ്ട് പ്രയോജനം ഉണ്ടാവണം എന്നൊക്കെ ഉള്ള മനസ്സോടുകൂടി ചെയ്യുന്ന കാര്യം. സ്വർണ്ണ ലാഭം ഉണ്ടാവുക, ധനാഭിവൃദ്ധികൾ ഉണ്ടാവുക, സ്വർണം ലഭിക്കുക, വെള്ളി ലഭിക്കുക,
പുഷ്പവാടി ഉണ്ടാവുക, കുതിര ഉണ്ടാവുക, സംഗീതം ഇതിലൊക്കെ താല്പര്യം ഉണ്ടാവുക. അപ്പോൾ സംഗീതം കൊണ്ട് ചില ആൾക്കാരില്ലേ കലാകാരന്മാർ, അവർക്ക് സംഗീതജ്ഞന്മാരാണെങ്കിൽ അവർക്ക് ശുക്രദശ വന്നു കഴിഞ്ഞാൽ അവരുടെ കഴിവ് സമൂഹം അംഗീകരിക്കപ്പെടും. പിന്നെ കുതിര എന്നൊക്കെ ഉള്ളത് രാജചിഹ്നങ്ങളാണ് പണ്ട് കാലത്തെ. അപ്പോൾ അതൊക്കെ കേമാണ്, അന്നത്തെ ബെൻസുകാരന് തുല്യമാണ് അതൊക്കെ. അപ്പോൾ നല്ല വാഹനം എന്ന് വെച്ചാൽ മതി. പുഷ്പവാടി എന്ന് പറയുമ്പോൾ മനോഹരമായ സ്ഥലത്ത് സഞ്ചരിക്കുക. ഇപ്പോൾ നമ്മൾ പറയില്ലേ വലിയ പുഷ്പവാടി ഉണ്ടാവണമെങ്കിൽ മനോഹരമായിട്ടുള്ളൊരു ഉദ്യാനത്തോട് കൂടിയ നല്ല വീട് കിട്ടുമെന്നൊക്കെ പറയാം. അതൊക്കെ ദൈവജ്ഞൻ്റെ കയ്യടക്കത്തോട് കൂടിയിട്ട് അതൊക്കെ സൂചനയെ തരുള്ളൂ. ഹോരകളിലൊക്കെ സൂചനയാണ്. സ്വല്പം വൃത്തവിചിത്രമർത്ഥമുകുളം സ്വല്പേ ഉണ്ടാവുള്ളൂ. ഒരു സൂചനയാണ് ആചാര്യൻ തന്നിട്ടുണ്ടാവുക. അതിന് ഡെവലപ്പ് ചെയ്ത് ഫലം പറയുമ്പോഴാണ് ആ വ്യക്തിയുടെ അനുഭവമായിട്ട് മാറുന്നത്. അപ്പോൾ ശുഭഫലദാതാവായിരിക്കുന്ന, അതായത് 6-12 നിൽക്കാതെ ബലവാനായിട്ട് ഇരിക്കുന്ന ശുക്രൻ്റെ ദശാകാലഘട്ടത്തിലെ കാര്യമാണ് പറഞ്ഞത്. ശയനകലത്രാധികാരകോ ഭൃഗു എന്ന് പറയുക. അത്യാഡംബരത്തിൻ്റെ ആളാണ് മൂപ്പര്. അപ്പോൾ എല്ലാ തരത്തിലുള്ളതായ ആഡംബര സുഖങ്ങളും ഭാഗ്യാഭിവൃദ്ധികളും രാജചിഹ്നങ്ങൾ ധരിക്കുകയും രാജമുദ്ര കിട്ടുകയും ഐശ്വര്യം, ധനാഭിവൃദ്ധി, സ്വർണ്ണാഭിവൃദ്ധി, പുഷ്പവാടിയുള്ള ഗൃഹം, അതായത് ആഡംബര ഗൃഹം എന്നർത്ഥം കേട്ടോ. കുതിര എന്ന് പറയുമ്പോൾ ഇന്നത്തെ പണ്ട് കാലത്ത് കുതിര, ഇന്നത്തെ അതിവേഗം സഞ്ചരിക്കുന്ന വാഹനം എന്ന് വെച്ചോളൂ. നല്ല സ്പീഡിലൊക്കെ പോകാൻ പറ്റുന്ന ബൈക്കോ കാറോ അങ്ങനെ എന്തൊക്കെയാണെന്ന് വെച്ചാൽ വിചാരിക്കുക. അതൊക്കെ തന്നെ സംഗീതം കൊണ്ട് അറിയപ്പെടുക, നല്ല കലാകാരനാവും, അതുകൊണ്ടൊക്കെയുള്ള ഗുണം ഉണ്ടാവും. അശുഭഫലതാവായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ പാപഫലദാതാവായി കഴിഞ്ഞാൽ ശൗക്രീ പാപദശ കളത്രഭയം, ഭാര്യാനഷ്ടം ഉണ്ടാവും. ഭാര്യ പലതരത്തിൽ ആൾക്കാർക്ക് സംഭവിച്ചിട്ടുണ്ട്. അത് അനുഭവമാണത്. പെട്ടിൽ നിൽക്കുന്ന ശുക്രൻ്റെ ദശാകാലഘട്ടമാണെന്ന് വിചാരിച്ചോളൂ. അല്ലെങ്കിൽ 8ാം ഭാവാധിപനാണ്, പാപഗ്രഹ ദൃഷ്ടിയൊക്കെ ഉണ്ടാവും. 22ാം രേഖാനാധിപത്യക്കുള്ള ശുക്രൻ്റെ ദശയാണെങ്കിൽ ഭാര്യാനഷ്ടം ഉണ്ടായിട്ടുള്ള അനവധി ആൾക്കാരുണ്ട്. അത് അനുഭവമാട്ടോ അത്. അങ്ങനെ അത് 8ാം ഭാവാധിപത്യം കണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. രോഗം വന്നിട്ട് ഭാര്യാനാശം ഉണ്ടാവുക അനുഭവമാണ്. അപ്പോൾ അതാണ് പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഭാര്യാനഷ്ടം തന്നെ പറഞ്ഞിട്ടുള്ളത്. നീചന്മാരിൽ നിന്ന് ധനനാശം ഉണ്ടാവുക, പാര വയ്ക്കുക എന്ന് പറയില്ലേ, അങ്ങനെ പാര വരിക. അതേപോലെ തന്നെ നമ്മൾ ചെയ്യാത്ത കുറ്റത്തിന് നമ്മൾ കാശൊക്കെ കൊടുത്തിട്ട് കേസ് ഒതുക്കേണ്ട അവസ്ഥയൊക്കെ ഉണ്ടാവുക. അതുതന്നെയാണ് നീചന്മാരിൽ നിന്ന് ധനനാശം ഉണ്ടാവുന്നത്. അങ്ങനെയാണ്. ജന്തുക്കളിൽ നിന്നുണ്ടാകുന്നതായ ഭയം, കൊമ്പുള്ള ജന്തുക്കൾ, പ്രത്യേകിച്ച് കാള, അതേപോലെ തന്നെ പശു, ഇതെന്നൊക്കെ ഉണ്ടാകുന്ന ഉപദ്രവം അല്ലേ. പശു കുത്തി, കാള കുത്തി എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ. അതൊക്കെ ഇങ്ങനെയാണ്. അങ്ങനെയുള്ള കൊമ്പുള്ള ജന്തുക്കളിൽ നിന്നുള്ള നാൽക്കാലികളിൽ നിന്നാണ് കേട്ടോ. കീടങ്ങളല്ല, കൊമ്പുള്ള നാൽക്കാലികളിൽ നിന്നുണ്ടാകുന്ന ഭയം. തിര്യക് ജന്തു സമൃദ്ധ ദോഷവിപുല, ദോഷം അതായത് യോഷിത്തുകൾക്ക്, അതായത് സ്ത്രീകൾക്ക് രോഗദുഃഖങ്ങൾ ഉണ്ടാവുക. അവിടെ സ്ത്രീജനങ്ങൾ എന്ന് ഉദ്ദേശിക്കുന്നത് ഭാര്യനെയായിരിക്കണം, അല്ലെങ്കിൽ കാമുകിയായിരിക്കണം. അതൊക്കെയാണ് ശുക്രൻ്റെ പറഞ്ഞിട്ടുള്ള സ്ത്രീകൾ, യുവതികളായിരിക്കുന്ന സ്ത്രീകൾ. അപ്പോൾ അവരോടൊക്കെ സൗഹൃദങ്ങളൊക്കെ ഉണ്ടാവില്ലേ, സ്ത്രീ സുഹൃത്തുക്കൾക്കൊക്കെ അസുഖങ്ങൾ, ദുഃഖങ്ങൾ, അല്ലെങ്കിൽ അവർ മുഖാന്തരം ദുഃഖങ്ങൾ, പ്രണയദുഃഖം, അതുതന്നെയാണ് അവിടെ. സ്നേഹം നിമിത്തം ദുഃഖം ഉണ്ടാവുക, അതൊക്കെ അതിൻ്റെ ഭാഗമായിട്ട് പറയേണ്ട കാര്യങ്ങളാണ്. ഇതൊന്നൊക്കെ തരത്തിലായ ദുഃഖങ്ങൾ ഈ വ്യക്തി അനുഭവിക്കേണ്ടി വരും. ഇപ്പോൾ ഒരാൾ പ്രണയം ഉണ്ട്, അയാൾക്ക് പ്രണയമുണ്ട്, അശുഭഫലദാതാവാണ്, നീചത്തിൽ നിൽക്കുന്ന ശുക്രൻ്റെ ദശയെ വിചാരിക്കുക. അപ്പോൾ പ്രണയ സാഫല്യമല്ല പറയേണ്ടത്, പ്രണയ വിഫലതയാണ്. അല്ലെങ്കിൽ ആ ഭാര്യ, ഇന്നത്തെ കാലത്ത് പല പേര് അതിന് പറയും അല്ലേ. അപ്പോൾ തേച്ചിട്ട് പോവുക എന്നൊക്കെ പറയാറില്ലേ, ന്യൂ ജനറേഷൻ, അതന്നെ. അപ്പോൾ ഇനി അടുത്തതോ, ഉച്ചത്തിലോ അത്യുച്ചത്തിലൊക്കെ നിൽക്കുന്ന, സ്വക്ഷേത്രത്തിലൊക്കെ കേന്ദ്രഭാവത്തിലൊക്കെ നിൽക്കുന്ന ശുക്രൻ്റെ ദശയാണെങ്കിലോ ഗജാശ്വപശുലാഭഞ്ച നിത്യമൃഷ്ടാന്ന ഭോജനം അഖണ്ഡമണ്ഡലാധീശ രാജസമ്മാന വൈഭവം മൃദംഗവാദ്യഘോഷഞ്ച ഗൃഹലക്ഷ്മീ കടാക്ഷകൃത്ത്. ലക്ഷ്മീ കടാക്ഷം ഉണ്ടാവും എന്ന് പറഞ്ഞാൽ മഹാലക്ഷ്മി അങ്ങോട്ട് അനുഗ്രഹിക്കും, വേണ്ടത് വാരിക്കോരി തരും. ഉച്ചത്തിലോ അത്യുച്ചത്തിലോ. പരമോച്ചഗതേ ശുക്രേ സ്വച്ഛേ സ്വക്ഷേത്രകേന്ദ്രകേ നൃഭാഭിഷേക സംപ്രാപ്തി വാഹനാംബരഭൂഷണം എല്ലാം ഉണ്ടാവും. ഇതൊക്കെ ഡയറക്റ്റ് അർത്ഥങ്ങൾ ഗ്രഹിക്കാവുന്നതാണ്. വാഹനം, വസ്ത്രം, അത്യാഡംബരം, പുതിയ വസ്ത്രം എന്നൊക്കെ പറയുമ്പോൾ, പുതിയ ആഭരണം എന്നൊക്കെ പറയുമ്പോൾ വിവാഹം മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കുക. രാജാഭിഷേകം, രാജാവായിട്ട് വാഴ്ത്തുക, അങ്ങനെ ഉണ്ടല്ലോ. നല്ല ഉച്ചത്തിലൊക്കെ നിൽക്കുന്ന ഗ്രഹത്തിൻ്റെ ദിശയിലൊക്കെ അതല്ലേ നീതിപീഠത്തിൻ്റെ ഉന്നതിയിൽ കയറി. എനിക്ക് ആളെ പ്രത്യേകമായിട്ട് അറിയാം. ശുക്രദശയിലാണ് അദ്ദേഹം പരമോന്നത നീതിപീഠത്തിൻ്റെ ആ ഒരു കസേരയിലിരിക്കാൻ ഭാഗ്യം ഉണ്ടായത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ രാജാഭിഷേകം,
അതൊക്കെ പഴയ കാലത്ത്. ഇന്നിപ്പോൾ മന്ത്രി പദവി അടക്കമുള്ള എല്ലാ കാര്യങ്ങളും പറയാം കേട്ടോ. അപ്പോൾ ഇതിനൊക്കെ വേണ്ടി വരുന്ന ആൾക്കാരോടൊക്കെ അതൊക്കെ പറയാനുള്ളത്. മന്ത്രി പദവി അടുത്ത ചാൻസിൽ മന്ത്രിയാവും എന്നൊക്കെ പറയാം നമുക്ക്. അപ്പോൾ അതൊക്കെ ജാതകം കൃത്യമായ സമയത്ത് ഗണിച്ച ജാതകം ആവണമെന്ന് മാത്രം. തട്ടിമുട്ട് ജാതകത്തിലൊന്നും ഫലം പറയാൻ പറ്റില്ല. അതേപോലെ തന്നെ ആന, കുതിര, പശുക്കൾ ഇതിൻ്റെയൊക്കെ ലാഭം ഉണ്ടാവുക. പഴയ കാലത്ത് അതൊക്കെ സമൃദ്ധിയാണ്. 100 പശുവിനെ കൊടുക്കുക, 100 കുതിരയെ കൊടുക്കുക, ആനയെ കൊടുക്കുക. അത് 100 എണ്ണം ഉണ്ടോയെന്ന് ഇഷ്ടമില്ല, എന്തായാലും ശരി 10 എണ്ണം കിട്ടിയാലും നല്ലത്. അപ്പോൾ അതൊക്കെ തിന്നാനും കൊടുക്കണ്ടേ, വെറുതെ കിട്ടിയാൽ പോരാ. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്കാണ് അതൊക്കെ കൊടുക്കുക. ആനയ്ക്കും കുതിരയ്ക്കും പശുവിനൊക്കെ ഏത് കാലത്താണെങ്കിലും ഒരേപോലെ തന്നെയാണ് വിശപ്പ് അല്ലേ എല്ലാറ്റിനും. അപ്പോൾ അതിനൊക്കെ പറ്റാവുന്ന ആളുകൾക്ക് അതൊക്കെ കൊടുക്കുകയായിരിക്കും. അന്നൊക്കെ സമൃദ്ധിയായിട്ട് ഇതൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് പറയണത്. ഇന്നത്തെ കാലത്തെ പോലെയല്ല. പഴയ കാലത്ത് പശുക്കൾക്ക് വേണ്ട എല്ലാ പശുക്കളുടെ അഭിവൃദ്ധിക്ക് വേണ്ട എല്ലാ സാധനം, കാരണം ഈ യാഗത്തിൻ്റെ ആവശ്യത്തിനൊക്കെ വേണ്ടിയിട്ട് ധാരാളം പാലും മോരും തൈരും നെയ്യും വെണ്ണയും ഒക്കെ ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 100 പശുക്കളെയും 1000 പശുക്കളെയൊക്കെ ദാനം കൊടുത്തിരുന്നു മഹാരാജാക്കന്മാർ. അപ്പോൾ അതിനൊക്കെ തീറ്റിപ്പോറ്റാനുള്ള സമൃദ്ധി ആ നാട്ടിലുണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത് കേട്ടോ. അപ്പോൾ സമ്പൽ സമൃദ്ധിയുള്ള നാടിൻ്റെ ലക്ഷണങ്ങളാണ് അതൊക്കെ. നാൽക്കാലി പുഷ്ടി. അതേപോലെ തന്നെ സുഖഭക്ഷണം കിട്ടുക. പിന്നെന്താ പറഞ്ഞിട്ടുള്ളത്? അഖണ്ഡമണ്ഡലാധീശ. അഖണ്ഡമണ്ഡലാധീശ എന്ന് പറയുമ്പോൾ എന്താ അതിന് പറഞ്ഞു തരിക? ഛത്രാധിപതിയായിരിക്കുന്ന രാജാവ് എന്ന് പറയില്ലേ. അപ്പോൾ ഏകഛത്രാധിപതി എന്നൊക്കെ പറയുന്ന, ആർക്കും കൂടാക്കാതെയുള്ള, മനസ്സലിവില്ലാത്ത, നമ്മൾ ഹിറ്റ്ലറിനെയൊക്കെ വാഴ്ത്താറില്ലേ, അതേപോലെയുള്ള രാജാവ്, ഛത്രാധിപതിയായിരിക്കുന്ന രാജാവ് എന്ന് പേര് പറയാം. അങ്ങനെയുള്ള രാജാവ് പോലും ബഹുമാനിക്കുന്നതാണ്. ആരുടെ മുൻപിലും കേമന ആരടാ ചോദിച്ചാൽ ഞാനടാ എന്നൊക്കെ പറയുന്നത് രാജാവിൽ നിന്ന് പോലുള്ള വാഴ്ത്തലുണ്ടാവുക, ബഹുമാനിക്കുക. വാദ്യകലകളിലൊക്കെ, അതായത് കലകളിൽ അഭിരുചി ഉണ്ടാവുക, കല മുതലായിട്ടുള്ള കാര്യങ്ങളെ കൊണ്ടുള്ള അംഗീകാരങ്ങൾ. കലാകാരന്മാരാണെങ്കിൽ അവർക്ക് അംഗീകാരങ്ങൾ. വീട്ടിൽ സകലവിധ ഐശ്വര്യങ്ങൾ. ഗൃഹലക്ഷ്മി കടാക്ഷം. അപ്പോൾ വീട്ടിൽ ഐശ്വര്യമായിരിക്കുന്ന മഹാലക്ഷ്മി കുടിയിരിക്കുക മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു സമയത്ത് പറയണം. ശുക്രൻ ത്രികോണത്തിൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ 5, 9 ഭാവങ്ങൾ മീനം രാശിയിൽ നിന്നാൽ ത്രികോണസ്ഥേ ചഷേ ശുക്രേ, ഉച്ചരാശിയാണ് ശുക്രന് മീനം രാശി. അപ്പോൾ അവിടെ അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ രാജ്യം, ധനം, ഗൃഹം മുതലായിട്ടുള്ള സമ്പത്തുകൾ ഉണ്ടാവും. എന്താ പറഞ്ഞാൽ? രാജ്യാർത്ഥഗൃഹ സമ്പദ വിവാഹോത്സവകാര്യാണി പുത്രകല്യാണ വൈഭവം. വിവാഹം, പുത്രന്മാർ, അതേപോലെ തന്നെ സർവ്വവിധ ഐശ്വര്യാഭിവൃദ്ധികൾ, സേനാധിപത്യം മുതലായിട്ട് ഇഷ്ടജനങ്ങളോടുള്ള സഹവാസം, നഷ്ടപ്പെട്ട സമ്പത്തിൻ്റെ ലാഭം. കുറേ കാലങ്ങൾക്ക് മുൻപ് മുത്തശ്ശനായിട്ട് വിറ്റ സ്വത്ത് ഇദ്ദേഹമായിട്ട് തിരിച്ചെടുക്കുക, അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടാവുക. വീട്ടിൽ നാൽക്കാലികളുടെ സമൃദ്ധി ഉണ്ടാവുക എന്ന് വെച്ചാൽ, ഇന്നത്തെ കാലത്ത് നാൽക്കാലി വാങ്ങണമെങ്കിൽ വാങ്ങാം, ഇല്ല വെച്ചാൽ ആഡംബര വാഹനങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക, ധാരാളം കിട്ടിക്കൊണ്ടിരിക്കുക. അതൊക്കെയാണ് ത്രികോണഭാവത്തിൽ മീനം രാശിയിൽ നിൽക്കുന്ന ശുക്രൻ്റെ ദശാകാലത്ത്. അത് വിശേഷമായിട്ടുള്ളൊരു ഫലമാണ് കേട്ടോ. ഇങ്ങനെ വന്ന് തീർച്ചയായിട്ടും അനുഭവിക്കും. ഇനിയോ 6, 12 ഭാവങ്ങളിൽ നീചത്തിൽ നിൽക്കുന്ന ശുക്രൻ്റെ ദശാഫലമാണ് ഷഷ്ടാഷ്ടമവേ ശുക്രേ നീചാവാ വ്യയരാശികേ. വ്യയം 12. നീചയവാ വ്യയരാശികേ ആത്മബന്ധുജനദ്വേഷം രാജവർഗാദി പീഡനം. അതായത് ശുക്രൻ 6, 12 ഭാവങ്ങളിൽ നിന്നാൽ, അഥവാ അല്ലെങ്കിൽ നീചരാശിയിൽ നിന്നാൽ, ഇപ്പോൾ നീച രാശിയിലാണ് 6, 12 കൂടി വെച്ചോളൂ. അപ്പോൾ ഫലം കൂടും. ബന്ധുജനങ്ങളുടെ വിരോധം ഉണ്ടാവും, ബന്ധുജനങ്ങൾ ഉപേക്ഷിക്കും. ഭാര്യയ്ക്കും ആ വർഗത്തിൽപ്പെട്ട സർവ്വ ആളുകൾക്കും, ഭാര്യയ്ക്കും ഭാര്യയുടെ ബന്ധുക്കൾക്കും അല്ലെങ്കിൽ നമ്മളുടെ ബന്ധുക്കൾക്കൊക്കെ നാശം ഉണ്ടാവുക. അവനവൻ്റെ പ്രവൃത്തി മൂലം സർവ്വതും നഷ്ടപ്പെടുക. അവനവൻ്റെ പ്രവൃത്തി, ശരിയല്ലാതെയുള്ള പ്രവൃത്തി അല്ലേ, എന്താ പറയുക, അതിനൊരു പേരുണ്ടല്ലോ, എന്താ അങ്ങോട്ട് കിട്ടുന്നില്ല ശരിക്ക്. നമുക്ക് രാവണനൊക്കെ വന്നില്ലേ, രാവണന് വന്ന ഫലം വിനാശകാലേ വിപരീത ബുദ്ധി. ചെറിയ കാര്യമാണെങ്കിലും പെട്ടെന്ന് മനസ്സിൽ തോന്നില്ല. നാശകാലഘട്ടം എത്തുമ്പോൾ വിപരീത ബുദ്ധി പ്രവർത്തിക്കും. അപ്പോൾ അവനവൻ്റെ പ്രവൃത്തി നിമിത്തം അവനവന് ജീവന് നഷ്ടം ഉണ്ടാവുക, സ്വത്തിന് നഷ്ടം ഉണ്ടാവുക പോലെയുള്ള കാര്യങ്ങൾ. നാൽക്കാലികൾ നശിക്കുക. ആഡംബര വാഹനം ഉണ്ട് വെച്ചാൽ അതിന് വലിയ കേടുപാട് വന്നിട്ട് അതൊക്കെ നാശമായി പോവുക. പുത്രദുഃഖം അനുഭവിക്കേണ്ടി വരിക. ധാരപുത്രാദി പീഠാച്ച ആത്മബന്ധു വിയോഗ. ഭാര്യയും പുത്രനും നശിച്ച് ആത്മബന്ധുക്കൾ ഉപേക്ഷിക്കേണ്ട സാഹചര്യം. ഇനി അടുത്തതോ ശുക്രൻ്റെ
ഭാഗ്യാധിപത്യം പോലെയുള്ള കാര്യങ്ങൾ, അതായത് 9ാം ഭാവാധിപത്യം, കർമാധിപത്യം ഒക്കെ 4 ലഗ്നം 4 7 10 കേന്ദ്രഭാവങ്ങളിലൊക്കെ നിൽക്കുന്ന ശുക്രൻ്റെ സ്ഥിതി ഉണ്ടായാൽ ആ ദശയിൽ എല്ലാ ഭാഗ്യകർമാധിപത്യേന ലഗ്നവാഹനരാശികേ തദ്ദശായാം മഹൽ സൗഖ്യം ദേശഗ്രാമാധിപത്യതാം നിർത്തു പറഞ്ഞു. ശുക്രന് ഭാഗ്യാധിപത്യം, കർമാധിപത്യം, ലഗ്നാധിപത്യം, കേന്ദ്രാധിപത്യം ഇതൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ദശയിൽ എല്ലാവിധത്തിലുള്ളതായ ഐശ്വര്യാഭിവൃദ്ധികളും ദേശം, ഗ്രാമം, പുരം ഇതിൻ്റെയൊക്കെ ആധിപത്യവും, അതായത് അതിൻ്റെയൊക്കെ അധിപനായിരിക്കുക, ദേവാലയം നിർമ്മിക്കുക, തടാകം നിർമ്മിക്കുക, അന്നദാനം കൊണ്ട് വലിയ സൽകീർത്തി ഉണ്ടാവുക, വലിയ സൗഖ്യം ഉണ്ടാവുക, അവനവന് മൃഷ്ടാന്ന ഭോജനം ഉണ്ടാവുക. മൃഷ്ടാന്ന ഭോജനം സന്തോഷത്തോടു കൂടി കഴിക്കണം. വീട്ടിൽ നല്ലോണം തോനെ മൃഷ്ടാന്ന ഭോജനം ഉണ്ട്, മനസമാധാനം ഇല്ലെങ്കിൽ അത് കഴിക്കാൻ പറ്റില്ല. പറ്റുമോ? അങ്ങനെയുള്ള ആൾക്കാരില്ലേ നമ്മുടെ സമൂഹത്തിൽ തന്നെ ഇല്ലേ? അപ്പോൾ അതൊക്കെ സന്തോഷത്തോടു കൂടിയിട്ട് നമുക്ക് മൃഷ്ടാന്ന ഭോജനം കഴിക്കാൻ പറ്റുക. എല്ലാവിധത്തിലായ ഐശ്വര്യങ്ങളും ഉണ്ടാവുക, കീർത്തി ഉണ്ടാവുക, സൽഗുണത്വം ഉണ്ടാവുക, ഭൃത്യന്മാരുണ്ടാവുക, എല്ലാറ്റിൻ്റെയും അധിപതിയായിട്ടിരിക്കുക. അപ്പോൾ സ്വർഗം ഭൂമിയിലാണെന്ന് വരും. ഈ ശുക്രൻ ശുഭഫലദാതാവായി കഴിഞ്ഞാൽ എല്ലാ സ്വർഗവും നമ്മുടെ ഭൂമിയിൽ കൊണ്ടുവന്നത് ആ വ്യക്തിക്ക് നൽകും എന്നുള്ളതാണ്. അപ്പോൾ ശുക്രൻ മഹാലക്ഷ്മിയാണ്. അന്നപൂർണേശ്വരി ലക്ഷ്മി രക്ഷിവാ ഭൃഗുനന്ദന. ഭൃഗുനന്ദനെ കൊണ്ട് അന്നപൂർണേശ്വരി ലക്ഷ്മി ഇവരൊക്കെ ചിന്തിച്ചോളണം. അപ്പോൾ അഷ്ടലക്ഷ്മി കടാക്ഷവും ശുഭഫലദാതാവായിരിക്കുന്ന ശുക്രൻ്റെ ദശയിൽ നമുക്കുണ്ടാവും. അപ്പോൾ ഇതൊക്കെ ശുക്രൻ്റെ അപഹാര കാലഘട്ടത്തെ വിവിധ ദശകളിൽ ശുക്രൻ്റെ അപഹാര കാലഘട്ടത്തിൽ ഇതൊക്കെ പറയാട്ടോ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പറയുന്ന വ്യക്തിയുടെ ദൈവാധീനം, ഗുരുത്വം, അതൊക്കെയാണ് പ്രധാനം. അതൊക്കെ ആ നിലവിളക്കിൻ്റെ മുൻപിലൊക്കെ ഇരുന്ന നവഗ്രഹങ്ങളൊക്കെ വെച്ച്, കൗരിയൊക്കെ വെച്ച്, ഗീർണശ്രയൊക്കെ വെച്ച് ഫലം പറയുമ്പോൾ തീർച്ചയായിട്ടും അങ്ങനെയൊക്കെ പറയണം ശരിക്കും. അപ്പോൾ ആവശ്യക്കാരൻ ഭക്തി പുരസ്സരം ദൈവജ്ഞൻ്റെ സമീപം വന്നതൊക്കെ ചോദിച്ച് അവനവൻ്റെ കാര്യത്തെ പറ്റി അറിയണമെന്നുള്ള ആ ഒരു ഭയഭക്തി ബഹുമാനത്തോടൊക്കെ കൂടിയിട്ട് ചോദിച്ചാൽ അതിനനുസരിച്ചിട്ട് ആ ദൈവജ്ഞൻ ഫലം പറയുമ്പോൾ എല്ലാ ഫലങ്ങളും കൃത്യമായിട്ട് ആ പൃച്ഛകന് അനുഭവത്തിൽ വരും കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ പറയാനുള്ളത്. ഇനി നമുക്ക് ചെറിയൊരു ഗ്യാപ്പ് വന്നു, നമുക്ക് കുറച്ച് കാലങ്ങളായിട്ട് കുറച്ച് തിരക്കുകൾ വന്നതുകൊണ്ടാണ്. അപ്പോൾ ഇനി ത്രൂ ആയിട്ട് നമുക്കിങ്ങനെ വീഡിയോസ് ചെയ്യാം. ആളുകൾ, നമ്മുടെ പ്രേക്ഷകരിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുക, എന്താ പുതിയ വീഡിയോസ് കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അധികം കാലം താമസം കൂടാണ്ട് വരും. പിന്നെയൊക്കെ വ്യക്തിപരമായിട്ടുള്ള തിരക്കുകളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് സമാധാനമായിട്ടിരിക്കുമ്പോഴാണ് അതൊക്കെ ചെയ്യാൻ പറ്റുക. എന്തായാലും പുതിയ പുതിയ കാര്യങ്ങൾ നമുക്ക് ഇനിയും ചർച്ച ചെയ്യാം. നിങ്ങളുടെ സപ്പോർട്ടിനും കരുതലിനൊക്കെ വളരെ വളരെ നന്ദിയുണ്ട് കേട്ടോ. കുറച്ച് ദിവസം കാണാണ്ട് ആയി കഴിഞ്ഞാൽ പേഴ്സണലായിട്ടൊക്കെ മെസ്സേജ് അയക്കുന്ന ആൾക്കാർ ധാരാളം ഉണ്ട്. എന്താ ഗുരുനാഥ വിശേഷം എന്നൊക്കെ വെച്ചാൽ അതൊക്കെ അറിയുമ്പോൾ തന്നെ സന്തോഷം. അതൊക്കെ നമുക്ക് സാധിക്കുന്നത് നമുക്ക് യൂട്യൂബിൽ കൂടെ തന്നെയല്ലേ. നമ്മളെപ്പോലും അറിയാത്ത ആളുകൾ എത്രയോ നമ്മളെ നിത്യേന അന്വേഷിക്കുന്നു, കാര്യങ്ങൾ ചെയ്യണു. എന്തായാലും ആ ഒരു സപ്പോർട്ടിന് വളരെ വളരെ അധികം നന്ദി, പറഞ്ഞാൽ തീരില്ല, അത്ര അധികം നന്ദിയുണ്ട്. പിന്നെ എവിടെ ചെന്നാലും സ്വീകാര്യത, അതൊക്കെ പല ക്ഷേത്ര പ്രശ്നങ്ങളിലും പല ആൾക്കാരെയും കണ്ടുമുട്ടാറുണ്ട്. നമ്മുടെ പ്രേക്ഷകരായിട്ടുള്ള പല ആൾക്കാരും പല ക്ഷേത്ര പ്രശ്നവേദികളിലും വരാറുണ്ട്. അവർ വന്നിട്ട് അവർ സന്തോഷം പങ്കുവയ്ക്കുമ്പോൾ വളരെയധികം സന്തോഷം, പറഞ്ഞറിയിക്കാൻ വയ്യാത്ത സന്തോഷം. എന്തായാലും ഇനിയും തുടർന്നും അത്തരം സപ്പോർട്ടുകൾ ഉണ്ടാവുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം, ശുഭദിനം.